കേരളത്തിൽ നിന്നും കശ്മീരിലേക്കുള്ള നമ്മുടെ യാത്ര ഏകദേശം കാർഗിൽ വരെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും കംപ്ലീറ്റ് ബൈക്ക് ഓടിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് DM-ൽ വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിക്കും മൊത്തത്തിൽ യാത്രയ്ക്ക് എന്ത് ചെലവ് വന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഒരു പ്ലാനുമില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ വണ്ടി പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയായിരുന്നു. ഏകദേശം 4000 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിയിട്ടും വണ്ടിക്ക് പണികളൊന്നും തന്നെ കിട്ടിയില്ല. 300 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിലും ഒഴിക്കും, ചെയിനും ടൈറ്റ് ചെയ്യും, അത്ര തന്നെ. മുഴുവൻ യാത്രയിലും പില്യൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും ഡൽഹി വരെ 90% 100 കിലോമീറ്റർ സ്പീഡിന്റെ മുകളിലായിരുന്നു. 32 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിരുന്നു. കണ്ടിന്യൂസ്ലി 700 കിലോമീറ്റർ വരെ ഓടിയ ദിവസങ്ങളുണ്ട്. ഇത്രയും ഓടിയിട്ടും വണ്ടിയിൽ ഒരു അവിഞ്ഞ ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 80-90 കിലോമീറ്റർ സ്പീഡിലൊക്കെ വാഹനം വളരെ സ്മൂത്തിയാണ്. ഈ ഒരു വാഹനത്തിൽ ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എന്നോട് പലവരും ചോദിച്ചിരുന്നു ഈ ഒരു വാഹനം കൊണ്ട് ഓടിയെത്തുമോ എന്നുള്ളത്. വണ്ടി പിന്നെ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ 4000 കിലോമീറ്റർ ഓടിയതിന്റെ എക്സ്പീരിയൻസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും TVS റോണിക്, വൺ ഓഫ് ദ ബെസ്റ്റ് ലോങ് ഡ്രൈവ് മോട്ടോർ മെഷീൻ. 3 വർഷത്തെ ഈ വാഹനം ഓടിച്ചതിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ആകെ ബുദ്ധിമുട്ട് വാഹനത്തിന്റെ സ്പെയർ പാർട്സ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ടും വണ്ടി വർത്താണ്. അപ്പോൾ ബാക്കി നാളെ.